Hello everyone, welcome to Epic Learning. This is a class of general knowledge. ഇപ്പോൾ നിങ്ങൾ PSC എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്സ് എന്തായാലും GK ചോദിക്കുന്നുണ്ടാവും. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ കുറച്ച് ലിറ്റററി ഫിഗേഴ്സ് ഇങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് GK എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ PSC എക്സാമിന് പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് GK ബേസ് ചെയ്തിട്ട് ക്ലാസ് ആണ് ഈ വീഡിയോസിലേക്ക് തരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ആണ് പറയുന്നത്. ന്യൂസ് പേപ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തിലെ ന്യൂസ് പേപ്പേഴ്സും അതുമായി ബന്ധപ്പെട്ട വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ രാജ്യസമാചാരം രാജ്യസമാചാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറാണ് രാജ്യസമാചാരം. രാജ്യസമാചാരത്തിന്റെ പ്രത്യേകത ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ദ മലയാളം ലാംഗ്വേജ്. അപ്പൊ അത് നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണേ. ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം ലാംഗ്വേജ് ദാറ്റ് പബ്ലിഷ്ഡ് ഇൻ കേരള. സോ വിച്ച് ഈസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം ലാംഗ്വേജ് that is published in Kerala? Rajya-Samachar. Okay, Rajya-Samacharam is the first newspaper in the Malayalam language published in Kerala. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. And next one is, who was the publisher of this newspaper? Who was the publisher? Hermann Gundert. Okay, German missionary named Hermann Gundert was the publisher of Rajya-Samacharam. Rajya-Samacharam newspaper publisher ആരെന്ന് ചോദിക്കുമ്പോൾ ജർമ്മൻ മിഷണറി ആയിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട് was the publisher of Rajya-Samacharam. And next one is the from where it is published. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ from which place? അത് പബ്ലിഷ് ചെയ്തത് എവിടെ നിന്നുമാണ്? ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഫ്രം ഇല്ലിക്കുന്ന് പ്രസ് ഇൻ തലശ്ശേരി. ഇല്ലിക്കുന്ന് പ്രസ് ഇൻ തലശ്ശേരി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇല്ലിക്കുന്ന് പ്രസ് ഇൻ തലശ്ശേരി 1847 ജൂണിലായിരുന്നു. 1847 in 1847 ഫ്രം തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നുമാണ് രാജ്യസമാചാരം പബ്ലിഷ്ഡ്. ആൻഡ് ദിസ് ഇസ് പബ്ലിഷ്ഡ് ഇൻ 1847 ആൻഡ് കണ്ടിന്യൂഡ് 1850. 1847 തുടങ്ങിയിട്ട് 1850 വരെ ആയിരുന്നു അത് പബ്ലിഷ് ചെയ്ത്. 1847 it is published until 1850. And actually this is complete in 42 editions. How many editions it completed? 42 editions. Though Rajya-Samacharam published by Hermann Gundert and it is published from Illikunna Talasheri in which year? 1847. And another speciality of Rajya-Samacharam is it is the first published as a magazine which has given importance to the promotion of Christianity. ക്രിസ്ത്യാനിറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത്. ആക്ച്വലി ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് എ മാഗസിൻ. ന്യൂസ് പേപ്പർ ആയിട്ടല്ലായിരുന്നു ആദ്യം പബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് എ മാഗസിൻ ആൻഡ് ദിസ് മാഗസിൻ ആൻഡ് then later newspaper gave importance to promotion of Christianity. So Rajya-Samacharam is an important newspaper in the PSC examination. So Rajya-Samacharamത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് Rajya-Samacharam published by Hermann Gundert in 1847. It is published from Illikunnu Talasheri. The main aim of this was promotion of and promoting Christianity. Okay, let's find out the next newspaper, Paschimodayam. Paschimodayam was the second newspaper published in Malayalam. Paschimodayam is the second newspaper published in Malayalam. Again, Dr. Hermann Gundert is the publisher of this newspaper. You look at this contribution of Hermann Gundert. Hermann Gundert വീണ്ടും publisher of the second newspaper Paschimodayam. Again, this newspaper is published from Illikunnu Bungalow of Talasheri 1847. ജൂണിലായിരുന്നല്ലോ രാജ്യസമാചാരം പബ്ലിഷ് ചെയ്തത്. This is in October 1847. October 1847, second newspaper Paschimodayam, again by Dr. Hermann Gundert. John Frederick Muller was the disciple of Dr. Hermann Gundert, was the editor of Paschimodayam. Who was the editor of Paschimodayam? Disciple, ശിഷ്യനായിരുന്നു. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ശിഷ്യനായിരുന്ന ജോൺ ഫ്രെഡറിക് മുല്ലർ was the editor of Paschimodayam. And
Unlike this Rajya Samajaram, this also promoted Christianity. Rajya Samajaram promoting Christianity, but Paschimodayam given priority to scientific knowledge and general awareness. ഒരു ന്യൂസ് പേപ്പർ രാജ്യസമാചാരം ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രൊമോഷൻ ആണെങ്കിൽ, now the second newspaper Paschimodayam giving importance to scientific knowledge and promotion of science and general awareness. Okay, one was in June, other was in October the same year 1847. Same publisher, that was Herman Gunther, same place Illikuന്ന് Talasheri. And ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത സയൻസിനായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള. പശ്ചിമോദയം ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സയൻസ് മാഗസിൻ കൂടിയാണ് പശ്ചിമോദയം. ബുക്സ് ഓഫ് ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട്. ഹെർമൻ ഗുണ്ടേർട്ടിന്റെ ബുക്സ് ആയ കേരള പഴമ, കേരളോൽപത്തി ഈ രണ്ട് ബുക്സും ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് പശ്ചിമോദയത്തിലായിരുന്നു. ഓക്കെ, കേരള പഴമ, കേരളോൽപത്തി പബ്ലിഷ്ഡ് ഇൻ പശ്ചിമോദയം. ഇപ്പൊ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. വൺ ഇസ് രാജ്യ സമാചാരം, ഫസ്റ്റ് ന്യൂസ് പേപ്പർ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പശ്ചിമോദയം, സെക്കൻഡ് ന്യൂസ് പേപ്പർ. Next one, Jnana Nikshepam. Okay, Jnana Nikshepam was the third newspaper published in Kerala. Third newspaper published, and the first newspaper published in Travancore constituency. മറ്റേ രണ്ടും തലശ്ശേരിയിലായിരുന്നല്ലോ. ഇത് മൂന്നാമത്തെ കേരളത്തിലെ ന്യൂസ് പേപ്പർ കൂടിയാണ്. അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ട്രാവൻകൂർ കോൺസ്റ്റിറ്റ്യുവൻസി. ട്രാവൻകൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആണ് ജ്ഞാന നിക്ഷേപം, ആൻഡ് പബ്ലിഷ്ഡ് November 1847. ഏകദേശം ഒരേ ഇയറിലാണ് എല്ലാം വരുന്നത്. വൺ വാസ് ഇൻ ജൂൺ, അത് വാസ് ഇൻ ഒക്ടോബർ. ജ്ഞാന നിക്ഷേപം വാസ് ഇൻ November 1847 ഫ്രം CMS പ്രസ് കോട്ടയം. കോട്ടയത്തെ CMS പ്രസിൽ നിന്നുമാണ് അത് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് മിതവാദി, വെരി ഇമ്പോർട്ടന്റ് വൺ. മിതവാദി 1906 മിതവാദി ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൂർക്കോത്ത് കുമാരൻ ഫ്രം തലശ്ശേരി. മൂർക്കോത്ത് കുമാരന്റെ കീഴില് തലശ്ശേരിയിൽ നിന്നും 1906 പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പറാണ് മിതവാദി ഇൻ 1906 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൂർക്കോത്ത് കുമാരൻ. ആൻഡ് 1913 when മൂർക്കോത്ത് കുമാരൻ left the leadership, C. കൃഷ്ണൻ, അദ്ദേഹം ഈ ഒരു ലീഡർഷിപ്പ് ഒഴിവായ ശേഷം C. കൃഷ്ണൻ took the complete leadership of the newspaper and he republished it as a magazine. അപ്പൊ അതൊരു മാഗസിൻ ആയിട്ട് റീപബ്ലിഷ് ചെയ്തു. മിതവാദിയുടെ വക എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് നിന്നും അദ്ദേഹം അതൊരു റീപബ്ലിഷ് ചെയ്യാണ്. മിതവാദിയെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടുന്നത് ദിസ് ഇസ് ദ ബൈബിൾ ഓഫ് തിയ. മിതവാദി ഈസ് കോൾഡ് ആസ് ബൈബിൾ ഓഫ് തിയാസ്, ആൻഡ് ബൈബിൾ ഓഫ് ഡൗൺ ട്രോഡൻ. ഏറ്റവും താഴേക്കുള്ള ആളുകളുടെ ബൈബിൾ ഓഫ് തിയാസ് ആൻഡ് ബൈബിൾ ഓഫ് ഡൗൺ ട്രോഡൻ, ദാറ്റ് ഈസ് മിതവാദി. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ വിച്ച് ഗേവ് സപ്പോർട്ട് ടു റഷ്യൻ റവല്യൂഷൻ in 1970. റഷ്യൻ റവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ, ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ കൂടിയാണ് മിതവാദി. അപ്പൊ മിതവാദിയുടെ രണ്ട് പേര് ഓർമ്മിച്ചു. വൺ ഇസ് മൂർക്കോത്ത് കുമാരൻ, ദാറ്റ് വാസ് ഇൻ 1906, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് C. കൃഷ്ണൻ 1913. വൺ ഇസ് ഫ്രം തലശ്ശേരി, പിന്നീട് അത് റീപബ്ലിഷ് ചെയ്ത് കോഴിക്കോട് നിന്നുമാണ് C. കൃഷ്ണനാണ്. പിന്നെ അതുപോലെ തന്നെ ബൈബിൾ ഓഫ് തിയ ആൻഡ് ബൈബിൾ ഓഫ് ഡൗൺ ട്രോഡൻ, ഇതൊക്കെ അറിയുന്നത് എന്താണ്, മിതവാദി ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. Next one is Malayali. Malayali is the first issue of Malayali was published തിരുവനന്തപുരത്ത് നിന്നും 1886 in Trivandrum, and this is published in Malayali. And C.V. Raman Pilla, most of the writings in Malayali was adil adhiga writings C.V. Raman Pillയുടേതായിരുന്നു. Malayali newspaper, and after that he takes the ownership of the newspaper. C.V. Raman Pillയുടെ ഒരുപാട് writings ഉണ്ട്, പിന്നീട് അദ്ദേഹം അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അറിയാലോ, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആണ്, നാട് കടത്തപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അറിയാം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള wrote his writings firstly in Malayali. അപ്പോൾ മലയാളിയിലാണ് ആദ്യമായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു പെൻനെയിം ഉണ്ടായിരുന്നു, കേരളൻ എന്ന പെൻനെയിമിലായിരുന്നു മലയാളി ന്യൂസ് പേപ്പറിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പബ്ലിഷ് ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഇൻക്രീസ്. അപ്പൊ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തതോടുകൂടി ഈ ഒരു മലയാളി ന്യൂസ് പേപ്പറിന്റെ പ്രൊമോഷൻ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഇൻക്രീസ് ദ പ്രൊമോഷൻ ഓഫ് മലയാളി newspaper among Keralites. For Malayali newspaper that was published in 1886.
Next one, Vivekodayam. Okay, Vivekodayam was started as a mouthpiece of SNDP. Okay, SNDP യോഗത്തിന്റെ മുഖപത്രമായിട്ടാണ് വിവേകോദയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓർമ്മിച്ച് വെക്കുക. This was a mouthpiece of the SNDP യോഗം and published 1904. Okay, published in 1904 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 1904 എവിടെ നിന്നുമാണ് പബ്ലിഷ് ചെയ്യുന്നത്? Thus Vivekodayam published from Thiruvananthapuram 1904. And who was the secretary of SNDP? And who was the editor of Vivekodayam? ആ സമയത്ത് SNDPയുടെ സെക്രട്ടറി ആയിരുന്ന കുമാരനാശനായിരുന്നു editor. Okay, and he was the editor of Vivekodayam. Okay, Kumaranashan was the editor of Vivekodayam and Kumaranashan was the secretary of SNDP that time. And also Kumaranashan given its name as a token of respect to Swami Vivekananda. അപ്പോൾ സ്വാമി വിവേകാനന്ദയുടെ റെസ്പെക്റ്റിന് അനുബന്ധിച്ചിട്ടാണ് വിവേകോദയം എന്ന് SNDPയുടെ മുഖപത്രത്തിന് കുമാരനാശൻ പേര് നൽകുന്നത്. And he was the editor of this one. And this Vivekodayam also known as ഈഴവ ഗസറ്റ്. അപ്പൊ ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതും വിവേകോദയമാണ്. അപ്പൊ വിവേകോദയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദനെ ഓർമ്മിക്കുക. അദ്ദേഹത്തിന്റെ ഓണറിന്, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ പേര് നൽകപ്പെടുന്നത്. ആൻഡ് ഫസ്റ്റ് എഡിറ്റർ വാസ് ദ ഫസ്റ്റ് എഡിറ്റർ. കുമാരനാശൻ വാസ് ദ ഫസ്റ്റ് എഡിറ്റർ. അദ്ദേഹം ആ സമയത്ത് SNDPയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. ആൻഡ് ദിസ് വാസ് പബ്ലിഷ്ഡ് ഫ്രം തിരുവനന്തപുരം എന്നുകൂടി ഓർമ്മിക്കാം. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് പറയുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് പേപ്പേഴ്സിന്റെ വീഡിയോസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.